ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ഇച്ചിരി ഐഡിയ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന്നൊരു പെട്ടെന്നൊരു ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റേതായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് മീനെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് ക്ലീൻ ചെയ്ത് തന്നാണെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ വയറൊക്കെ കീറി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അകമൊക്കെ ക്ലീൻ ചെയ്ത്, എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ക്ലീൻ ചെയ്താലും വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഇത് നമുക്കിനി ഒന്ന് വരയണം. അതിന് വേണ്ടുന്ന ചേരുവ എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമേ ഞാൻ കരിവേപ്പില ഇടുന്നു. ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, മുളക് പൊടി ആവശ്യത്തിന് എടുക്കുകയാണ്. എരിവിന് ആവശ്യത്തിനുള്ളത് എടുക്കുക. കുരുമുളക് പൊടിയാണ്. അതൊക്കെ നമുക്ക് എരിവിന് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പം മല്ലിപ്പൊടി ഇടുകയാണ്. മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. സ്വല്പം ഉലുവാപ്പൊടി ഇടുകയാണ്. നമ്മൾ ചേരുവകളെല്ലാം എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതാണ്. ഈ ആവശ്യത്തിന് ഉപ്പ്, ഈ സ്വല്പം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മീൻ മരിഞ്ഞെടുക്കാം. മീൻ മരിയുമ്പോൾ നമുക്ക് ഈ അകത്തെ മുള്ള് കണ്ടില്ലേ, ഈ മുള്ളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇങ്ങനെ വരിച്ച് ഇളക്കി മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ അവരെ അടത്തി കൂട്ടും. ഞാനെപ്പം ക്ലീൻ ചെയ്താലും ഇങ്ങനെ മുള്ളെടുത്ത് കളയും. കഴിക്കുമ്പോൾ വലിയ വേസ്റ്റ് വരത്തില്ല. ഓരോ മുള്ളും നമുക്ക് ഇളക്കിയെടുക്കാൻ നോക്കും. അപകടകരമായിട്ടുള്ള മുള്ളാണിത്. നമുക്ക് മാറ്റി കളയാവുന്നതാണ്. ഉണ്ടല്ലേ, ഇത്രയും മുള്ള് കിട്ടി ഒരെണ്ണത്തിൽ നിന്ന്. ഉണ്ടോ? ഈ മുള്ളെല്ലാം നമുക്ക് മാറ്റിക്കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വരഞ്ഞെടുക്കാം. വരയുമ്പോൾ നല്ലപോലെ കൊള്ളിച്ച് തന്നെ വരയുകയെങ്കിലേ നമുക്ക് ഗ്രേവിയൊക്കെ ഉള്ളിലോട്ട് പിടിച്ച് മീന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഓരോന്നും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാവുന്നതാണ്. ഇത് കൈ കൊണ്ട് തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. ഓരോ വിടവിലും മുളക് ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എങ്കിലേ ഉള്ളിലോട്ട്, മാംസമൊക്കെ ഉള്ള മീനാകുമ്പോൾ ഉള്ളിലോട്ട് ഇത് എരിയും പുളിയൊക്കെ ചെല്ലണമെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് തേച്ചെങ്കിലേ ഒക്കൂ. നമുക്കിതുപോലെ എല്ലാം ആക്കിയെടുക്കാം. മീനെല്ലാം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് 10-20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം മീനകത്ത് പിടിക്കും. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വെളിച്ചെണ്ണ ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആദ്യമേ ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. കരിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ അടിക്ക് പിടിക്കാതിരിക്കും. നല്ലൊരു ടേസ്റ്റുമാണ്. നമുക്ക് ഓരോ മീനായിട്ട് പറക്കിയിട്ട് കൊടുക്കാം. ഇത് മീനിൻ്റെ മുട്ടയാണ്. അത് ഞാൻ വേറെ ഇട്ട് വറുത്തെടുക്കാം. നല്ല മഴയത്ത് നമ്മളിങ്ങനെ അയിലയൊക്കെ പൊരിച്ച് ചോറുണ്ണുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ബാക്കി അടുപ്പ് ഞാൻ ഇതിലോട്ടങ്ങ് ചേർത്ത് വെക്കുകയാണ്.
മീൻ വറുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെറിയ തീയിൽ തന്നെ ഇട്ട് വറുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല, അപ്പോൾ അതൊക്കെ വെന്ത് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ മീനെല്ലാം ഒരു വശം മൂത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് തിരിച്ചിടാം. ഇതല്ലേ, അടിക്ക് പിടിച്ചതേ ഇല്ല. അപ്പോൾ ഓരോന്നും ഇത് തിരിച്ചിടാം. അത് തിരിച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, എണ്ണയൊക്കെ തെറിച്ച് പോവാതൊക്കെ. നമുക്ക് നമ്മുടെ മുട്ടയും കൂടെ ഒന്ന് തിരിച്ചിടാം. ഉണ്ടല്ലേ, മുട്ട നമ്മൾ പൊരിക്കുമ്പം വളരെ ശ്രദ്ധിച്ച് വേണം പൊരിക്കാൻ. അവനെ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം മീനൊക്കെ വറുക്കാൻ. നമ്മൾ വിചാരിക്കും മീൻ വറുക്കാനൊന്നും ഒരു പാടില്ലെന്ന്. എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. മീനൊക്കെ രുചിയുണ്ട്, പക്ഷെ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം. മുട്ട പനിഞ്ഞില്ലല്ലേ, അത് പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇനി ഒരു വശത്തോടെ മൂത്താൽ നമുക്ക് നല്ലപോലെ ഒരു വിശാലമായിട്ടൊരു ഊണ് കഴിക്കാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം ഒരു വശം മൂത്തിട്ടിട്ടുണ്ട്. അത് തിരിച്ചിട്ട് ഇനി ഒന്നുകൊണ്ടൊന്ന് മൂത്തിട്ട് നമുക്ക് വാങ്ങി വെക്കാം. ഇല വറുത്തതും കൂട്ടിയൊന്ന് ചോറുണ്ടാലോ. തോരൻ വിളമ്പി, അവിയലാണ്. എൻ്റെ സ്ഥിരം ചമ്മന്തിയാണ്. ചമ്മന്തി ഇല്ലാത്തൊരു ഊണെനിക്കില്ല. നമുക്ക് മത്തങ്ങ പച്ചടിയാണ്. ബാക്കി സ്ഥലത്ത് നമുക്ക് മീൻ വെക്കാൻ. നമ്മുടെ മീനെല്ലാം രണ്ട് വശവും മൂത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടാണ് മുമ്പോട്ട് പോകാൻ വേണ്ടുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിനി ഇതൊന്ന് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.